ഇപ്പോൾ ഏത് വണ്ടി എടുത്താലും ഏത് വണ്ടി വാങ്ങിച്ചാലും നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഹോണാണ്. ഇമാതിരി ഹോൺ അടിക്കുന്ന ഒരു സ്ഥലം ഇല്ലെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എൻ്റെ അടുത്ത് ഞാനൊരു പ്രമുഖ നടൻ്റെ ഒപ്പം ഒരു ദിവസം കാറിൽ പോയപ്പം പുറകിൽ നിന്ന് ഒന്നും ഒരുത്തും ഭയങ്കര ഹോൺ അടിക്കും. എന്നിട്ട് ഇങ്ങനെ എന്നെ പറയുക, യു കെയിൽ ഇങ്ങനെയൊന്നുമല്ല, യു കെയിൽ ഹോൺ അമർത്തി അടിച്ചാൽ അച്ഛന് തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളതിൻ്റെ തുല്യമാണെന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹോണി ചവിട്ടിപ്പിടിച്ച് വണ്ടി ഓടിക്കുന്നത്? നമ്മുടെ കാര്യത്തിൽ ഹോണിൻ്റെ കാര്യത്തിൽ ഭയങ്കര തമാശകളാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കിയാണ് അതിൻ്റെ പേരിൽ. കാരണം ഞാൻ ട്രാഫിക് ലൈറ്റ് നിൽക്കുക റെഡ്, നമ്മൾ നോക്കി നിൽക്കുകയാണല്ലോ പച്ച കത്തി എടുക്കാൻ. ഇത് പച്ച കത്തുന്നതിന് മുമ്പ് പുറകെ കിടന്ന ഒരാൾ ഹോണടിക്കുക. എനിക്കങ്ങ് ദേഷ്യം, എനിക്ക് ഭയങ്കരമായിട്ട് കലി കയറി. ഞാൻ വണ്ടി അവിടെ നിർത്തി ഇറങ്ങി. എന്തായിട്ടാന്ന് ചോദിച്ചാൽ എനിക്കും കണ്ണ് കാണും ഇത് പച്ച കത്തുമ്പോൾ പോകാൻ. അല്ല നിങ്ങൾ എടുത്തില്ല, ഞാൻ എടുത്തില്ലെങ്കിലല്ലേ എന്തിനാ അടിക്കുന്നത് വെച്ചു. ഒരു 2 മിനിറ്റോടെ നിർത്തിയിട്ട് ഞാൻ പിന്നെ എടുത്തു പോയത്. അതാണ് എന്തിനാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിൽ ഹോൺ അടിച്ച കാര്യം പറയാം. ജീവിതത്തിൽ ഇവിടെ അല്ല, വിദേശത്ത്. ഞാൻ തായ്ലൻഡിലാണ് ഫസ്റ്റ് വണ്ടി ഓടിച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട് വിജയോയുടെ ഒരു ക്യാപ്റ്റീവ ഷെവർലെ ക്യാപ്റ്റീവ് ഓടിച്ചൊരു സ്ട്രീറ്റിൽ കൂടെ പോവാം. നമുക്കപ്പോൾ എപ്പോഴാണ് നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോകാം, നമ്മൾ വിചാരിക്കും മറ്റേ വണ്ടി വരും, ഇവിടുന്ന് വണ്ടി വരും, നമ്മളിങ്ങനെ നോക്കിയാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെയൊന്നും വരികയല്ലെന്നുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പയ്യൻ സൈക്കിളിൽ ഇങ്ങനെ വരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവൻ ചാടാനുള്ള സാധനം. ഞാൻ ഹോൺ അടിച്ചപ്പോൾ എൻ്റെ മുന്നിൽ 4-5 വണ്ടികളുണ്ട്. ഞാൻ ഈ ഒരു അത്യാവശ്യം നല്ലൊരു ഹോണായിരുന്നു. ഞാൻ പിന്നെ കാണുന്ന സീൻ പറയാം, മുന്നിൽ പോയി വണ്ടികളെല്ലാം ഒതുക്കുക നമുക്ക് പോകാൻ വേണ്ടി. കാരണം നമ്മളെന്തോ അത്യാവശ്യത്തിന് ഹോൺ അടിക്കുകയാണ്, നമുക്ക് കടന്നു പോകാൻ വേണ്ടി എന്നാണ്. വിജു പറഞ്ഞു മിണ്ടണ്ട, ചവിട്ടി പിടിച്ച് വെക്കൂ. അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, എമർജൻസി ഹോൺ അടിച്ചാൽ വേഗം വിട്ടോളം പറഞ്ഞു. അപ്പം പോകുന്ന വഴിയെല്ലാം ആൾക്കാർ ഇങ്ങനെ നോക്കുക, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള പറ്റി. നമ്മളാകെ ഈ പയ്യൻ ഒരിക്കലും സൈക്കിൾ അങ്ങനെ വരില്ല, അവനെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലായി ഇത് ഹോൺ അടി എന്ന് പറയുന്നത് അത്ര എമർജൻസി ഉള്ള കാര്യങ്ങൾക്കല്ലാതെ ആരും ഹോൺ അടിക്കുക. അല്ലെ പിന്നെ US അല്ല UK ഈ പറഞ്ഞ ഒരടിയുണ്ട്, അത് ചീത്തവിളിയാണ്. അവിടെ എങ്ങനെ വെച്ചല്ലേ ഞാൻ എപ്പോഴും UK മോളുള്ളതുകൊണ്ട് പോയി വണ്ടി ഓടിക്കണം. അപ്പം അവിടെ വെച്ചാൽ നമ്മൾ ഒരു വണ്ടി ബാക്കിൽ നിർത്തുമ്പോൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ കാണണം എന്നാണ്. അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ഇറങ്ങി വന്നൊരു അമ്മച്ചി വഴക്ക് പറഞ്ഞു. ഞാൻ ലീഡ്സിൽ വെച്ച് ഞാനിങ്ങനെ ബാക്കിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അവരിറങ്ങിയിട്ട് യോ ഗോയിങ് ടു കിസ് മൈ കാർ എന്ന് ചോദിച്ചു. ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അങ്ങനെ വെച്ചിട്ട് പോയി. അതൊക്കെ ശരിക്കും പാഠങ്ങളാണ്, മുഖത്തടിച്ചു പോലെ ചോദിക്കും ഈ ട്രാഫിക് സെൻസ് ഇല്ലെങ്കിൽ. അവിടെ എന്നിട്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു മറ്റേ റൗണ്ട് അബൌട്ടിലൊക്കെ ഒന്ന് തെറ്റിച്ച് വരുമ്പോൾ പറയുന്ന ഒരു അടി അടിച്ചാൽ അത് ഇതാണ് ചീത്ത തന്നൊക്കെ വിളിയത്. അതൊക്കെയാണ് അവിടുത്തെ. പക്ഷേ ഇവിടെ ഒരു പരിധി വരെ അത് ഇല്ലാതെയും പറ്റിയല്ലോ കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ നമ്മളില്ലേ എവിടുന്ന് എപ്പോൾ വേണമെങ്കിലും ആരും ചാടി വരാൻ നമ്മൾ നമുക്കും ഒരു പേടി. നമ്മളും പിന്നെ മാക്സിമം കുറച്ച് കഴിക്കാം. ഞാനും നമ്മുടെ പീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ട്രോങ് ആണ്. ഇപ്പോൾ പീറ്റ്സും റോട്ടറി ക്ലബ്ബും കൂടെ നമ്മൾ നോ ഹോൺ ഒരു ക്യാമ്പയിൻ തുടങ്ങി. ഞാൻ മാഗസിനും കൂടെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ച് എല്ലാ അതൊക്കെ സ്റ്റിക്കർ പോയെന്നേ ഉള്ളൂ.